പെന്തക്കോസ്ത് സത്യങ്ങൾ ഊട്ടിയുറപ്പിക്കുവാൻ മാതാപിതാക്കന്മാർ സഹിച്ച കഷ്ടനഷ്ടങ്ങൾ അറിയാതിരിക്കല്ലേ പെന്തക്കോസ്തുകാർ അത് മക്കൾക്ക് കൈമാറുവാൻ മടിക്കല്ലൊരിക്കലും. ഈ ചെടി നട്ടുനനച്ചു വളമിട്ടു വളർത്തുവാൻ രക്തം ചിന്തിയോർ പലർ നാമത് മറക്കല്ലേ. ഈ വൃക്ഷത്തണൽ പറ്റി ജീവിതം ആസ്വദിപ്പോർ ഈ വൃക്ഷമായതെങ്ങനെ അറിയേണ്ടേ. ഏറുകൊണ്ടവർ പലർ, തല്ലുകൊണ്ട് അനേകരും, വിവാഹവേദികളിൽ അപമാനിതർ ചിലർ. അപ്പൻ്റെ ജഡം സ്വന്തം തോളിലേറ്റിക്കൊണ്ടുപോയി സ്വയമായി കുഴിവെട്ടി കുഴിച്ചിട്ടവരുണ്ട്. ചുറ്റുപാടിനാൽ ഏറെ വെറുക്കപ്പെട്ടവരെന്ന് ബന്ധുമിത്രങ്ങളാൽ പരിത്യക്തരായവരെല്ലാം. കച്ചവട സ്ഥലമെന്ന് അന്യമായ അനേകർക്കും ക്ഷൗരക്കത്തി വിലക്കപ്പെട്ടവരെത്രയോ പേർ. കപ്പയും മീനും തിന്നും സൂത്രക്കാരിവരെന്ന് പുച്ഛിച്ചു പുറന്തള്ളി മാതാപിതാക്കന്മാരെ. കപ്പയും മീനും തിന്നും സൂത്രക്കാരിവരെന്ന് പുച്ഛിച്ചു പുറന്തള്ളി മാതാപിതാക്കന്മാരെ. കൂട്ടായ്മയ്ക്കിടം കിട്ടാതെ ഒട്ടേറെ പേരുണ്ടിന്ന്. അന്ന് കപ്പമാവിൻ്റെ മൂട്ടിൽ ആരാധിച്ചാനന്ദിച്ചോർ. മാതാപിതാക്കന്മാർ കപ്പയും മീനും തിന്നു, ഒപ്പം പരിശുദ്ധാത്മാവ് പാനം ചെയ്തവർ നിത്യം. അറിഞ്ഞ സത്യം അന്ന് മക്കൾക്ക് കൈമാറുവാൻ മടിച്ചില്ല മാതൃക കാട്ടിയിൽ ഒരിടത്തും. കച്ചവടം അന്ന് പാപമെന്നോതിയതാൽ അനേകർ തൊഴിൽ വിട്ടു പട്ടിണിക്കാരായി മാറി. പട്ടിണിക്ക് അധീനരായി ഒട്ടേറെ പേർ മരിച്ചു. പിടിച്ച വിശ്വാസത്തിൽ ജീവത്യാഗം ചെയ്തവർ നമ്മുടെ പിതാക്കന്മാർ ഇറങ്ങി പുറപ്പെടുന്ന വേർപാടും വിശുദ്ധിയും മുദ്രാവാക്യങ്ങളാക്കി. ഈ മുദ്രാവാക്യം കേട്ട് അനേകർ ഉണർന്നൊന്ന് ഛേദലാഭമായതെല്ലാം ഛേദമായവയെല്ലാം ലാഭമെന്നെണ്ണിയവർ. നാടുകൾ പിന്നിട്ടപ്പോൾ ഇന്ന് നാം പിന്മുറക്കാർ പിതാക്കൾ കൈമാറിയ വിശുദ്ധി നഷ്ടമാക്കി, വേല വാണിഭമാക്കി, മാമോനെ സ്വന്തമാക്കി, മഹിയോടിഴി മാലോകർക്കൊപ്പമായി മാറി. പ്രിയ സ്നേഹിത, നിന്നെ വിദേശത്താക്കിടും ദൈവം. ഐശ്വര്യം, സമൃദ്ധി, സന്താനപുഷ്ടിയും ഫലം വാലല്ല തലയാക്കും, സമ്പത്ത് വാരിക്കൂട്ടും. ഇന്നെന്തു വാഗ്ദാനങ്ങൾ നൽകുന്നു പ്രവാചകർ. അബ്രഹാമെന്ന് ബഹുസമ്പന്നനായിരുന്നില്ലേ? എണ്ണിയാൽ തീരാ താടുമാടുകൾക്ക് അധീശനും. ദൈവമക്കൾക്ക് എന്തേ സമ്പത്ത് പാടില്ലെന്നോ പ്രോസ്പെരിറ്റി ദൂത് നൽകുന്ന ഈ നേതാക്കന്മാർ. യേശു തമ്പുരാൻ ചൊന്നു, എന്നെ പിൻഗമിക്കണോ, എൻ ക്രൂശ് ചുമക്കണം, നിന്ന സ്വന്തമാക്കണം. ഭൗതിക നേട്ടം നേടാൻ ഉതകും മാർഗമല്ലിത്, കഷ്ടങ്ങൾ സ്വയം പുൽകും മാർഗമാണ് ഓർമ്മ വേണം. പെന്തക്കോസ്തരേ കേൾ, പെന്തക്കോസ്തിൻ്റെ മാർഗം കോടികൾക്ക് ആസനം ചമയ്ക്കും മാർഗമേ അല്ല. പുൽക്കൂട്ടിൽ ജാതനായി പാർക്കുവാനിടം കിട്ടാതെ അലഞ്ഞ നസ്രായന്റെ മാർഗമാണ് അറിയണം.